വയനാട് ദുരന്തമുണ്ടായ അല്ലെങ്കിൽ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ്. പുഞ്ചിരിമട്ടം എന്ന പേര് തന്നെ, പുഞ്ചിരി ഉണ്ട് അവിടെ, മട്ടം എന്നാണ് പുഞ്ചിരിയുടെ അന്ത്യം, പുഞ്ചിരിയുടെ അവസാനം, പുഞ്ചിരിയുടെ ലാസ്റ്റ് ലെവൽ എന്നൊക്കെ നമുക്ക് ഈ വാക്കിന് അർത്ഥം പറയാം. സന്തോഷമാണ് പ്രധാനപ്പെട്ട സംഭവം, പക്ഷെ അതിൻ്റെ മട്ടമാണ്, അതിൻ്റെ അടിത്തട്ടാണ് അവിടെ. അവിടെ നിന്നാണ് ഈ ആ, ആ, ഉരുൾ പൊട്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ ഗൂഗിൾ മാപ്പും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനതിവിടെ വിശദീകരിച്ച് പറയുന്നില്ല. പുഞ്ചിരിമട്ടത്ത് നിന്ന് മേപ്പാടിലേക്കും പിന്നീട് ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കുമൊക്കെ ഏകദേശം 3-3.5 മണിക്കൂർ കൊണ്ട് ഉരുൾപൊട്ടി വൻ പാറകളും അതുപോലെ തന്നെ ചെളിയും മരങ്ങളും ഒക്കെ ഒലിച്ചു വരുന്നു. എത്ര കന്നുകാലികൾ, എത്ര വീടുകൾ, എത്ര മനുഷ്യർ, എത്ര മരങ്ങൾ, എത്ര വൻമരങ്ങൾ ഒക്കെ കടപുഴകി വരുന്നു. ആകെ അവശേഷിച്ചത് അവിടെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ, സർക്കാർ സ്കൂളിൻ്റെ പുതിയ കെട്ടിടം മാത്രമാണ് അവശേഷിച്ചത്. പിന്നെ ഒരു ഒറ്റ മരങ്ങൾ പോലെ ചില തുരുത്തുകൾ മാത്രം അവശേഷിച്ചു. ചില മനുഷ്യർ മാത്രം, ആയുസിൻ്റെ ബലം കൊണ്ട് ചില മനുഷ്യർ മാത്രം അവശേഷിച്ചു. ചിലർ കൈപ്പിടിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ പിടിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് അവർ വരെ വഴുതിപ്പോയി. ചിലർ രക്ഷിക്കാൻ ശ്രമിച്ച ആളുകൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിച്ച സംഭവങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഈ ദുരന്തം സംഭവിച്ചത്? ഈ ദുരന്തത്തിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ മഴ തുടരുന്നുണ്ട്, ശക്തമായ മഴ തുടരുന്നുണ്ട്. ഈ മഴ ഈ ഉയർന്ന പ്രദേശത്ത് നിരന്തരം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇക്കോളജിക്കലി, പരിസ്ഥിതിപരമായി ദുർബലമായ പ്രദേശത്ത് വെള്ളം തങ്ങുകയാണ്. ഈ മഴവെള്ളം തങ്ങി മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് ഈ വെള്ളത്തിന് പുറത്തേക്ക് പോകാൻ ഒരു ഇടം കിട്ടിയാൽ അത്രയും ഫോഴ്സിൽ തന്നെ ഈ വെള്ളം പുറത്തേക്ക് പോകും. അങ്ങനെയാണ് ഒരു കാരണം പറയുന്നത്. അതായത് വളരെ ശക്തമായ മഴ ദിവസങ്ങളോളം ഈ മലമുകളിൽ എത്തിയിരുന്നു. ഏകദേശം 1500 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ മുകളിലാണ് ഈ സ്ഥലം, പുഞ്ചിരിമട്ടം എന്ന സ്ഥലം. ആ സ്ഥലത്ത് ദിവസങ്ങളോളമായി മഴ തുടരുന്നുണ്ടായിരുന്നു. ഈ മഴവെള്ളം എവിടെ സംഭരിച്ചു? ഈ ഭൂമിയിൽ സംഭരിച്ചു, ഈ മലമുകളിൽ സംഭരിച്ചു. മലമുകളിൽ സംഭരിച്ച ജലത്തിന് പോകാൻ മറ്റു മാർഗങ്ങളില്ല. ഒഴുകിപ്പോകാനുള്ള പുഴകളും ഒഴുകിപ്പോകാൻ അല്ലെങ്കിൽ കൃഷിയിടങ്ങളുമൊക്കെ, കെട്ടിടങ്ങളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെയായി കെട്ടിത്തിരിച്ചു. റിസോർട്ടുകളും മറ്റ് കെട്ടിടങ്ങളുമൊക്കെയായി തിരിച്ചിട്ടുണ്ടാകണം. അവിടുത്തെ പ്രകൃതി അങ്ങനെ ആളുകൾ വിനിയോഗിച്ചിട്ടുണ്ടാകണം. അപ്പോൾ വെള്ളത്തിന് ഒഴുകിപ്പോകാനൊരു ഇടം കിട്ടിയ സ്ഥലത്തു കൂടി വെള്ളം അതിശക്തമായി ഒഴുകി. അങ്ങനെ ഉരുൾപൊട്ടലായി മാറി, ഈ വലിയ ദുരന്തമായി മാറി എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലൊക്കെ മുമ്പ് പറഞ്ഞും വായിച്ചും നമ്മൾ അറിഞ്ഞതാണ് പശ്ചിമ പൂർവ്വഘട്ടങ്ങൾക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ. കേരളം അടുത്ത നാളുകളിൽ കേരളം നേരിടാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഗാഡ്ഗിൽ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ വരാം. അതുപോലെ തന്നെ ആനുകാലികമായ പല പഠന റിപ്പോർട്ടുകളിലും പാരിസ്ഥിതിക റിപ്പോർട്ടുകളിലും പറയുന്നുണ്ടായിരുന്നു കേരളം നേരിടാൻ പോകുന്ന മഴ ദുരിതങ്ങൾ, അതുപോലെ തന്നെ പാരിസ്ഥിതിക ദുരിതങ്ങളെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് എവിടെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നൊന്നും പറയുന്നില്ല. എവിടെ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശത്ത്, പുഞ്ചിരിമട്ടം, ഈ മുണ്ടക്കൈ പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടായപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു പ്രാദേശിക ചാനൽ സംഘം അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോൾ വെള്ളത്തിന്റെ ഫോഴ്സും ഇതൊക്കെ കണ്ടിട്ട് അധികം ഒരു റിപ്പോർട്ട് തന്നെ പറയുന്നു ഒരു പക്ഷേയെങ്കിലും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകാം. നിങ്ങൾ കണ്ടിരിക്കും ആ വാർത്താശകലമൊക്കെ. ഉരുൾപൊട്ടൽ ഉണ്ടാകാം. ഇതൊക്കെ കണ്ടിട്ട് 50ഓളം ആളുകൾ ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോകുന്നു. വെള്ളത്തിന്റെ നിറവ്യത്യാസം, അങ്ങനെ ചില പ്രാദേശികമായ സൂചനകൾ, അങ്ങനെ പ്രാദേശികമായ അറിവ് വെച്ചിട്ട് ചില ആളുകളൊക്കെ അവിടെ നിന്ന് മാറി താമസിക്കുന്നുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടു. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട്, ഈ പ്രകൃതി തന്നെ കൊടുത്ത മുന്നറിയിപ്പുകൾ കണ്ടിട്ട് മാറി താമസിക്കാത്ത ആളുകളാണ് ഈ അപകടത്തിൽ പെട്ടത്. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ പ്രവചിക്കപ്പെട്ടതാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ എവിടെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ വരാം. കേരളം വളരെ വലിയ ദുരന്തങ്ങൾ ഇനിയും സാക്ഷ്യം വഹിക്കേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. നമുക്കറിയാം മുൻ പ്രളയം 2018 പ്രളയം, അതിനു മുമ്പ് 1099 പ്രളയം, അതായത് കൊല്ലവർഷം 99 പ്രളയം. ഇതൊന്നും മനുഷ്യനിർമ്മിത പ്രളയമെന്ന് ഈ രാഷ്ട്രീയ മേലെടുപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലുമൊക്കെ പറയാമെങ്കിലും അങ്ങനെയൊന്നും ആയിരുന്നില്ല.
പരിധിയിൽ കൂടുതൽ മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ കാലാവസ്ഥയുടെ രീതി മാറി, കാലവർഷത്തിന്റെ സ്വഭാവം മാറി, കാലാവസ്ഥാ വ്യതിയാനമുണ്ടായി, ചക്രവാത ചുഴി വന്നു, ന്യൂനമർദ്ദം വന്നു, പിന്നെന്താണ് അതിതീവ്ര മഴ വന്നു, നമുക്ക് റെഡ് അലർട്ട് വന്നു, ഗ്രീൻ അലർട്ട് വന്നു, യെല്ലോ അലർട്ട് വന്നു, ഓറഞ്ച് അലർട്ട് വന്നു. ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കാകെ ഉണ്ടായിരുന്നത് എന്താണ്? കാലവർഷം, മൺസൂൺ മഴയുണ്ടായിരുന്നു, പിന്നെ തുലാമഴ ഉണ്ടായിരുന്നു, പിന്നെന്താണ് ഇടവപ്പാതി മഴ, അതാണ് മൺസൂൺ മഴ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രസകരമായ കവിതകൾ ഉണ്ടായിരുന്നു, രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ന്യൂനമർദ്ദവും അതിശക്ത മഴയും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ ആയി, കാലാവസ്ഥാ മുന്നറിയിപ്പും ഒക്കെ മാറി. അങ്ങനെ നമ്മുടെ താപനിലയിൽ മാറ്റം വന്നു. ഇതൊക്കെ വളരെയധികം മാറി 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 വരികയാണ്. എങ്കിലും നമ്മുടെ ചാനലുകളിലും പത്രമാധ്യമ കാലാവസ്ഥയ്ക്കൊക്കെ വളരെ ചെറിയ പേജാണ്. എന്നാൽ വിദേശത്തൊക്കെ ആണെങ്കിൽ കാലാവസ്ഥയ്ക്ക് കൃത്യം സംവിധാനങ്ങൾ തന്നെയുണ്ട്, കാലാവസ്ഥാ മുന്നറിയിപ്പിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനുമൊക്കെ. ഇപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും അതുപോലെ തന്നെ മൊബൈലിലും ഒക്കെ താപനിലയും അതുപോലെ തന്നെ മഴയുടെയും ട്രാഫിക്കിൻ്റെയും ഒക്കെ അപ്ഡേഷനൊക്കെ കൃത്യമായി കാണിക്കാം. നിങ്ങൾ സിസ്റ്റം തുറക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊക്കെ വിദേശത്ത് ഉള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ഈ കാലാവസ്ഥയ്ക്കൊന്നും വലിയ പ്രാധാന്യം നൽകുന്നില്ല. കാലാവസ്ഥയ്ക്കൊക്കെ പ്രാധാന്യം നൽകേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ്. ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാം. നമുക്കിവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ധാരാളം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പൊന്നും കൃത്യമായി കൺവേ ചെയ്യപ്പെടുന്നില്ലേ, എത്തേണ്ട അടുത്ത് എത്തുന്നില്ല. 3 മണിക്കൂർ ഇടവിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. മഴ എത്രയുണ്ടാകും, കടലിൽ കാറ്റ് എത്രയുണ്ടാകും, തിരമാലയുടെ ഉയരം എത്രയുണ്ടാകും, മത്സ്യബന്ധന തൊഴിലാളികൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വഴിയിലൂടെ എങ്ങനെയൊക്കെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും, രാത്രി യാത്ര പാടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ മുന്നറിയിപ്പിൽ വരുന്നുണ്ട്. പക്ഷെ എത്ര മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യും കൊടുക്കും എന്നുള്ള ഇടത്താണ് തർക്കം വരുന്നത്. ഇതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വാർത്ത കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഫേസ്ബുക്കിൽ ഇട്ടാൽ അത് ആരൊക്കെ വായിക്കുമെന്ന കാര്യത്തിലും തർക്കമുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, കാലാവസ്ഥ മാറുന്നുണ്ട്. ഈ വയനാടിൽ പോലും വയനാടിൻ്റെ പരിസ്ഥിതിയെ കണ്ടതിലധികം ദ്രോഹിച്ചതിൽ നിന്നുണ്ടായ ഫലമാകാം ഒരുപക്ഷെയെങ്കിൽ ഈ ദുരന്തവും.